ഹലോ എവരി വൺ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻട്രൊഡക്ഷൻ ടു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. BSc കമ്പ്യൂട്ടർ സയൻസിൻ്റെ തേർഡ് സെമ്മിലുള്ള ഒരു പേപ്പറാണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഇന്നത്തെ കാലത്ത് ഏറ്റവും ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ടെക്നോളജി ട്രെൻഡ് തന്നെയാണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അതുകൊണ്ട് തന്നെയാണ് സ്റ്റുഡൻസിന് പഠിക്കാനുള്ള ഒരു സബ്ജക്റ്റ് ആക്കിയിട്ട് ഇത് കൊണ്ടുവന്നതും. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് സിലബസ് പ്രകാരം ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമുക്കറിയണം. ഇപ്പോൾ നമുക്കറിയാം, ഒരുപാട് മെഷീൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടേഴ്സ് സിസ്റ്റംസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നവരാണ്. അപ്പോൾ ഓരോന്നും ഓരോ രീതിയിലാണ് പ്രോഗ്രാം ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതിനനുസരിച്ചുള്ള ഒരു പെർഫോമൻസാണ് നമ്മൾ കാണാറുള്ളത്. അപ്പോൾ ഓരോ സിസ്റ്റം യൂസ് ചെയ്യുമ്പോൾ ഓരോ രീതിയിലാണ് അത് പെർഫോം ചെയ്യുന്നത്. എക്സ്പ്ലിസിറ്റ്ലി നമ്മൾ എങ്ങനെയാണോ ഒരു സിസ്റ്റത്തെ, അത് കമ്പ്യൂട്ടർ ആയിക്കോട്ടെ വേറെ ഏത് ടൈപ്പിലുള്ള മെഷീൻ ആയിക്കോട്ടെ, ഒരുപാട് ടൈപ്പുള്ള മെഷീൻസുകൾ ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈവൻ നമ്മുടെ വീട്ടിലുള്ളൊരു വാഷിംഗ് മെഷീൻ പോലും, അല്ലെങ്കിൽ നമ്മളൊരു ഹെൽത്ത് സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ അവിടെയുള്ള ഡിവൈസുകൾ പോലും ഓരോന്നും എക്സ്പ്ലിസിറ്റ്ലി പ്രോഗ്രാം ചെയ്യപ്പെട്ടതിനനുസരിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ മനുഷ്യന്മാരുടെ ഇൻ്റലിജൻസ്, അതായത് ഹ്യൂമൻ ഇൻ്റലിജൻസ് എങ്ങനെ സിമുലേറ്റ് ചെയ്ത് കൊണ്ടുവരാം ഒരു മെഷീനിലേക്ക്, അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു ഡിവൈസിലേക്ക് എങ്ങനെ ഹ്യൂമൻ ഇൻ്റലിജൻസ് കൊണ്ടുവരാം എന്നുള്ളത് പഠിക്കുന്നതാണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ടെക്നോളജീൻ്റെ ഒരു മെയിൻ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻ ഇൻ്റലിജൻസ് നമ്മളുടെ മെഷീനിലേക്ക് സിമുലേറ്റ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. എന്തൊക്കെ ടൈപ്പിലുള്ള ആക്ടിവിറ്റീസാണ് ഇവിടെ പോസിബിൾ ആക്കുക? തിങ്കിങ്, ലേണിങ്, ഡിസിഷൻസ് മേക്ക് ചെയ്യാനുള്ള കഴിവ്. അപ്പോൾ ഇതൊക്കെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഒരു മെഷീനിലേക്ക് എന്ത് ചെയ്യണം, നമ്മൾ പ്രോഗ്രാം ചെയ്ത് കൊടുക്കണം. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, ഹ്യൂമൻ ഇൻ്റലിജൻസ് ഇങ്ങനെ ഡിവൈസുകളിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയുള്ളൂ. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ ഇൻ്റലിജൻറ്റ് യൂസ് ചെയ്തുകൊണ്ട് ഒരു മനുഷ്യൻ നോർമലി ചെയ്യുന്ന എല്ലാ ടാസ്കുകളും ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു മെഷീൻ ചെയ്യണം. അതാണ് ഇതിൻ്റെ ഒരു അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത്. ഒരു പരിധി വരെ കാര്യങ്ങളിങ്ങനെ ഇമ്പ്രൂവ്ഡ് ആയിട്ട് വരുന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു മൊത്തത്തിലൊരു ഹൈപ്പോത്തറ്റിക്കൽ കേസാണിത്. ഒരു സൂപ്പർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലേക്കൊന്നും ഇപ്പോഴും എത്തിയിട്ടില്ല, ബേസിക്കിലേക്ക് എപ്പോഴും എത്തിയിട്ടുള്ളൂ. ഇനി എന്തൊക്കെയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കീ കൺസെപ്റ്റ്സ് എന്ന് നമുക്ക് നോക്കാം. ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്തുകൊണ്ട് കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ നമുക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ചെയ്യാൻ പറ്റുന്ന ടാസ്കുകൾ എന്തൊക്കെയാണ്? നാച്ചുറൽ ലാംഗ്വേജിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ സിരി പോലെയുള്ള വോയിസ് അസിസ്റ്റൻസ്, നമ്മൾ വോയിസ് അയക്കുന്നത് എന്ത് ചെയ്യും, അണ്ടർസ്റ്റാൻഡ് ആയിട്ട് നമുക്ക് റിപ്ലൈ തരും. അങ്ങനത്തെ കേസുകളുണ്ട്. പിന്നെ ഇമേജസ് റെക്കഗ്നൈസ് ചെയ്യുക, അതുപോലെ തന്നെ സ്പീച്ച് റെക്കഗ്നൈസ് ചെയ്യുക, അങ്ങനെയുള്ള ടാസ്കുകൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ പെർഫോം ചെയ്യാൻ കഴിയും. പിന്നെ ഡിസിഷൻസ് മേക്ക് ചെയ്യുന്ന കേസുകൾ, പിന്നെ എക്സ്പീരിയൻസിൽ നിന്ന് ലേൺ ചെയ്തുകൊണ്ട് പെർഫോം ചെയ്യുക, ഇമ്പ്രൂവ് ചെയ്യുക, അങ്ങനത്തെ കേസ്. ഇപ്പം മെഷീൻ ലേണിംഗ് എന്നൊക്കെ പറഞ്ഞാൽ അതാണ്. നമുക്ക് കിട്ടുന്ന ഡാറ്റ അത് വെച്ച് എങ്ങനെയാണ് സിസ്റ്റം പെർഫോം ചെയ്യുന്നത്, അത് പിന്നെ എങ്ങനെയാണ് ബെറ്ററാക്കി കൊണ്ടുവരുന്നത് എന്നുള്ള രീതിയിൽ ചെയ്യുന്നതിനെയാണ് മെഷീൻ ലേണിംഗ് എന്ന് പറയാം. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്തുള്ള ഒരു കീ കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത്. നാച്ചുറൽ ലാംഗ്വേജ് അണ്ടർസ്റ്റാൻഡ് ആവുക, ഇമേജസും സ്പീച്ചും വീഡിയോ ഒക്കെ റെക്കഗ്നൈസ് ചെയ്യുക, ഡിസിഷൻസ് എടുക്കുക സ്വന്തമായിട്ട്, പിന്നെ എക്സ്പീരിയൻസിൽ നിന്ന് ലേൺ ചെയ്യുക. ഇനി അടുത്തത് ടൈപ്സ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. മെയിനായിട്ട് 3 ടൈപ്പിലുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണുള്ളത്. ഒന്ന് നാരോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ വീക്ക് AI. ഇതെന്ന് വെച്ചാൽ നമ്മളൊരു സ്പെസിഫിക് ടാസ്കുകൾക്കൊക്കെ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ സിരി എന്നൊക്കെ പറഞ്ഞില്ലേ, നമ്മുടെ നാച്ചുറൽ ലാംഗ്വേജ് അണ്ടർസ്റ്റാൻഡ് ആയിട്ട് റിപ്ലൈ തരുന്ന ടൈപ്പിലുള്ള ഡിവൈസുകൾ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസൊക്കെ. അപ്പോൾ ഇതിനകത്ത് ഓരോ സ്പെസിഫിക് ടാസ്കുകൾക്ക് അനുസരിച്ചാണ് ഡിസൈൻ ചെയ്യുന്നത്. അങ്ങനെ എല്ലാം കൂടെ ഇൻ്റലിജൻസ് യൂസ് ചെയ്യുന്ന എല്ലാം കൂടെ ചെയ്യുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലെ പകരം ഒരു പെർട്ടിക്കുലർ ടാസ്ക് ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ കഴിയും. ഇപ്പോൾ ഫേഷ്യൽ റെക്കഗ്നിഷൻ, ലാംഗ്വേജ് ട്രാൻസ്ലേഷൻ, അതൊക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെയാണ് ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യുന്നത്. പക്ഷേ അതൊക്കെ ഓരോന്നും ഓരോ ടാസ്കിലാണ്. ഇപ്പോൾ ഫേഷ്യൽ റെക്കഗ്നിഷൻ ഒന്ന്, ലാംഗ്വേജ് ട്രാൻസ്ലേഷൻ എന്നുള്ള വേറൊന്ന്. അപ്പോൾ അതാണ് വീക്ക് AI കൊണ്ട് മീൻ ചെയ്യുന്നത്. അത് ഇന്നത്തെ കാലത്ത് പോസിബിളാണ്. പിന്നെ വരുന്ന സ്ട്രോങ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ജനറൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് അതിപ്പോഴും തിയററ്റിക്കലായിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. നമുക്ക് അത്ര പ്രാക്ടിക്കലാക്കി കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ പ്രാക്ടിക്കലായിട്ടുള്ളത് വീക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. ഈ ജനറൽ AI അല്ലെങ്കിൽ സ്ട്രോങ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഇൻ്റലക്ച്വൽ ടാസ്കുകൾ പെർഫോം ചെയ്യും. അപ്പോൾ മനുഷ്യന്മാർ ചെയ്യുന്ന ടാസ്കുകളൊക്കെ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്,
അതാണ് സ്ട്രോങ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഇപ്പോഴും തിയററ്റിക്കലായിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്, പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ വരുന്നത് സൂപ്പർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. ഇതും ഒരു ഹൈപ്പോതെറ്റിക്കൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. അതായത് ഇതുവരെ ഇപ്പോഴും പ്രാക്ടിക്കലായിട്ടൊന്നും പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ല, ജസ്റ്റ് ഒരു തിയറി ആയിട്ടാണ് ഇപ്പോഴും ഉള്ളത്. മാത്രമല്ല ഇതിനകത്ത് ഹ്യൂമൻ ഇൻ്റലിജൻസ് എല്ലാ ഏരിയകളിലും എന്ത് ചെയ്യുക, എക്സീഡ് ചെയ്തുകൊണ്ടുള്ള ഡിവൈസുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നതിനെയാണ് സൂപ്പർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ അവിടെയുള്ള സപ്ലയർ മുതൽ ക്യാഷ്യർ എവറിത്തിങ് ചെയ്യുന്നത് ഇപ്പോൾ റോബോട്ട്സോ അല്ലെങ്കിൽ മെഷീൻസോ ആകുന്ന ഒരു കേസ്. അതാണ് സൂപ്പർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അത് ഇതുവരെ അച്ചീവ് ചെയ്യാത്ത ഒരു കാര്യമാണ്. അടുത്തത് നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനകത്ത് വരുന്ന സബ് ഫീൽഡുകൾ എന്തൊക്കെയാണ്? അപ്പോൾ നമ്മൾ മൊത്തത്തിൽ പറയുമ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുമ്പോഴും അത് പല ഫീൽഡുകളുടെ കൂടെ ഒരു ഇൻ്റഗ്രേറ്റഡ് ഏരിയ ആണ്. ഇപ്പോൾ മെഷീൻ ലേണിംഗ് അതൊരു ടൈപ്പ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. ഇതിനകത്ത് മെഷീൻസിനൊരു കഴിവ് കിട്ടുകയാണ്. ഇപ്പോൾ നമ്മൾ എക്സ്പ്ലിസിറ്റ്ലി പ്രോഗ്രാം ചെയ്യാതെ തന്നെ മെഷീനിലേക്ക് വരുന്ന ഡാറ്റ അതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്നതിൽ നിന്നും മെഷീൻ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ ലേൺ ചെയ്ത് പെർഫോംസ് ഏറ്റവും ബെസ്റ്റ് ആക്കി കൊണ്ടുവരുന്നതിനെയാണ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. അതായത് മെഷീൻസ് സ്വയം ലേൺ ചെയ്ത് റിസൾട്ട് സെറ്റാക്കി കൊടുക്കുന്നത്. പിന്നെ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് ഉണ്ട്. അതായത് മെഷീൻസിന് ഹ്യൂമൻ ലാംഗ്വേജ് അണ്ടർസ്റ്റാൻഡ് ആവുകയും റെസ്പോണ്ട് ചെയ്യാൻ കഴിയുകയും ചെയ്യുന്ന ടൈപ്പിലുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ട്. പിന്നെ കമ്പ്യൂട്ടർ വിഷൻ ഉണ്ട്. അതായത് മെഷീൻസിന് വിഷ്വൽ ഇൻഫോർമേഷൻ വെച്ച് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ഇൻ്റർപ്രറ്റ് ചെയ്യാനൊക്കെ കഴിയുന്നതിനെയാണ് കമ്പ്യൂട്ടർ വിഷൻ എന്ന് പറയുക. പിന്നെ നമ്മുടെ റോബോട്ടിക്സ് എന്ന് പറയുന്നത് നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും മെക്കാനിക്കൽ സിസ്റ്റവും ഒക്കെ കമ്പൈൻ ചെയ്തിട്ട് ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള മെഷീൻസ് ഉണ്ടാക്കിയെടുക്കുക, എന്നിട്ട് അതിന് ഫിസിക്കൽ വേൾഡുമായിട്ട് ഇൻ്ററാക്ട് ചെയ്യാൻ കഴിയണം എന്നുള്ളതാണ് ഈ റോബോട്ട്സിൻ്റെ പ്രത്യേകത. പല റോബോട്ടുകളെയും ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന ഹിസ്റ്ററികളൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഇനി അടുത്തത് അപ്ലിക്കേഷൻസ് ആണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ അപ്ലിക്കേഷൻസ് ഒന്ന് ഹെൽത്ത് കെയറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ വളരെയധികം യൂസ് ചെയ്യുന്ന ഒന്നുമാണ് ഹെൽത്ത് കെയർ ഫീൽഡിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ഡിസീസ് ഡയഗ്നോസ് ചെയ്യാനും ഡ്രഗ് ഡിസ്കവറിക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്യാം. പിന്നെ ഫിനാൻസിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഫ്രോഡ് ഡിറ്റക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ട്രേഡിങ് അൽഗോരിതമായിട്ട് സെറ്റ് ചെയ്തിട്ടൊക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ട്രേഡിങ്ങിലും കൊണ്ടുവരാൻ കഴിയും. പിന്നെ ട്രാൻസ്പോർട്ടേഷനാണ്. സെൽഫ് ഡ്രൈവിംഗ് കാർസ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, അതാണ് ട്രാൻസ്പോർട്ടേഷൻ്റെ കേസിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മെയിനായിട്ട് ചെയ്യുന്നത്. പിന്നെ കസ്റ്റമർ സർവീസ് ഉണ്ട്, ചാറ്റ് ബോട്ട്, വിർച്വൽ അസിസ്റ്റൻസ്, അതൊക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പാർട്ടുകൾ തന്നെയാണ്. പിന്നെ എഡ്യൂക്കേഷനാണ്. പേഴ്സണലൈസ്ഡ് ലേണിംഗ് സിസ്റ്റംസൊക്കെ അവൈലബിൾ ആക്കുന്നതും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. അപ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ എന്തെങ്കിലും കാര്യം പഠിക്കണമെങ്കിൽ നമുക്ക് വേറൊരാളുടെ ആവശ്യമില്ല. നമ്മുടെ കയ്യിലൊരു ഫോണും ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ലോകത്തുള്ള എന്ത് നോളജും ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ്. ഇനി ബെനിഫിറ്റുകൾ ജസ്റ്റ് ഒന്ന് നോക്കാം. എന്താ പറയുന്നത്, എഫിഷ്യൻസി വളരെയധികം കൂടുതലാണ്. ഓട്ടോമേറ്റഡ് ആയിട്ടാണ് എല്ലാം സെറ്റ് ചെയ്യുക. പിന്നെ ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ ഏറ്റവും ഫാസ്റ്റായിട്ട് ക്വിക്കായിട്ട് പ്രോസസ്സ് ചെയ്യാനുള്ള എബിലിറ്റി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനുണ്ട്. അതൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. പിന്നെ ഡിസിഷൻ മേക്കിംഗ് ഇമ്പ്രൂവായി സെറ്റ് ആവുന്നുണ്ട്. പിന്നെ യൂസർ എക്സ്പീരിയൻസ് എൻഹാൻസ് ചെയ്തിട്ട് പെർഫോം ചെയ്യാനും കഴിയും. ഇനി ചാലഞ്ചസിലേക്ക് വരുമ്പോൾ ഡാറ്റ പ്രൈവസി, അതേപോലെ തന്നെ സെക്യൂരിറ്റി കൺസേൺസൊക്കെ വലിയൊരു ഇഷ്യൂ ആണ്. പിന്നെ ജോബ് ഡിസ്പ്ലേസ്മെൻറ്റ് പലപ്പോഴും സംഭവിക്കുന്നത് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒരു കാരണമാകും. പിന്നെ എത്തിക്കൽ കൺസിഡറേഷൻസ് പലപ്പോഴും കൺട്രോളിൽ വരാൻ ചാൻസ് ഇല്ല. അപ്പോൾ നിയമപരമായിട്ട് ഒരു പരിഗണനകൾ ഓരോ കാര്യത്തിനുണ്ടാകും, കൺസിഡറേഷൻസ് ഉണ്ടാകും. അതൊന്നും വേണ്ട രീതിയിൽ ചിലപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൂടുതലായി വന്നാൽ അതൊരു ചലഞ്ചായിട്ട് മാറും. പിന്നെ ഹൈ ഡെവലപ്മെൻറ്റ് കോസ്റ്റ്, ഇതൊക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ 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 കൂടുതലാണ്. അപ്പോൾ ഇതും മറ്റൊരു റീസണാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനായിട്ട് പറയാനുള്ളത്. നമ്മൾ ആദ്യം എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞു, അതിനകത്തുള്ള കീ കോൺസെപ്റ്റുകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു, ടൈപ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു, അതിൻ്റെ അണ്ടറിൽ വരുന്ന ഫീൽഡുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു, അപ്ലിക്കേഷൻസ് ഡിസ്കസ് ചെയ്തു, ബെനിഫിറ്റ്സ് ഡിസ്കസ് ചെയ്തു, ചാലഞ്ചസ് ഡിസ്കസ് ചെയ്തു. അപ്പോൾ കോൺസെപ്റ്റൊക്കെ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.